ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ കമ്പനി ഒന്ന് ചുറ്റിക്കറങ്ങി കാണിക്കാമെന്ന് വിചാരിച്ചു. കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന മഴക്കോളും ഇതെല്ലാം കണ്ടപ്പോഴത്തേക്ക് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ട്രിവാൻഡ്രം കുളത്തൂരാണ്. അവിടെയാണ് എൻ്റെ കമ്പനി. ഇതാണ് ഫേസ് 2, ടെക്നോ പാർക്ക് ഫേസ് 2. അവിടെയാണ് 2 കമ്പനി ഉള്ളത്. ഒന്ന് ഇൻഫോസിസും ഒന്ന് എൻ്റെ കമ്പനി UST. അപ്പോൾ നമുക്ക് USTക്ക് അകത്തോട്ട് കയറാം. ഇതാണ് UST ഗ്ലോബലിൻ്റെ ഫ്രണ്ട് ഗേറ്റ്. അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറാം. ഫ്രണ്ട് ഗേറ്റ് കയറി ചെല്ലുമ്പോൾ തന്നെ ഇവിടെ സെക്യൂരിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് ID കാർഡൊക്കെ ഉള്ളവരെ മാത്രമേ കയറ്റി വിടത്തുള്ളൂ. പിന്നെ ഓട്ടോ ആണെങ്കിൽ ഓട്ടോയ്ക്കകത്തുള്ളവർ ഊബർ ബുക്ക് ചെയ്താൽ വന്നെങ്കിൽ അവരെ വിളിക്കാൻ വന്നതാണെങ്കിൽ അത് കാണിച്ചാൽ ഓട്ടോയും കടത്തിവിടും. പിന്നെ ഇവിടെ വർക്ക് ചെയ്യുന്നവരെ കൊണ്ടുവന്നാക്കാൻ വന്നവരാണെങ്കിൽ അവരുടെ ID കാർഡ് കാണിച്ചാൽ അവരെ പകുതി വരെ കടത്തിവിടും. പിന്നെ നമ്മൾ നടന്നങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ആ വട്ടം കണ്ടോ, ആ ചെടി നിൽക്കുന്നത്, ഇവിടെ നിന്നാൽ നമുക്ക് ബഗ്ഗി സർവീസുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നമ്മളെ പിക്ക് ചെയ്ത് കമ്പനിയുടെ എൻട്രൻസിൽ കൊണ്ടുവന്ന് വിടും. ഇപ്പോൾ കറൻറ്റ്ലി ഞാനിപ്പം ബഗ്ഗിനകത്ത് നിൽക്കുന്നില്ല. അതുമാത്രമല്ല, ഇപ്പം നല്ല വെയിലും ഉണ്ട്. ഇവിടെ നിന്ന് ബഗ്ഗി വന്നില്ലെങ്കിൽ അത്രയും നേരം വെയിൽ കൊള്ളേണ്ടി വരും. അപ്പം എന്തായാലും നിങ്ങളെ ഇതൊക്കെ കാണിക്കാൻ വേണ്ടി ഞാൻ നടക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇതാണ് ഫ്രണ്ട് ഗേറ്റിൽ കൂടെ കയറുമ്പോൾ ഉള്ള വ്യൂ. ഇവിടെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ചെടിയൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലൊരു കുളമുണ്ട്. ആ കുളത്തിൻ്റെ നടുക്ക് കാണുന്നതും ഒരു ഡിസൈനാണ്, അതൊരു ലവ് ചിഹ്നമാണ്. അപ്പം അത് കമ്പിയുടെ മണ്ടയ്ക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ നമുക്കത് നടുത്തേക്ക് കാണാൻ നോക്കും. പിന്നെ സൈഡിലൊക്കെ കുറച്ച് പനയൊക്കെ പോണത്തെ എന്തോ മരമൊക്കെ വെച്ച് പിടിപ്പിച്ചേക്കുന്നുണ്ട്. പിന്നെ ഇവിടെ എല്ലാം നല്ല വൃത്തിയാണ്. എപ്പോഴും ഇതൊക്കെ നോക്കാൻ ആൾക്കാരുണ്ട്. അപ്പോൾ ആ ബുഷ് ചെടി തന്നെ വളരുവാണെങ്കിൽ അതൊക്കെ വെട്ടി കറക്റ്റാക്കാൻ വേണ്ടി ഇവിടെ എപ്പോഴും ആൾക്കാരുണ്ട്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ലവ് ചിഹ്നം. അങ്ങോട്ട് ഞാനിപ്പോൾ പോകുന്നില്ല. ഈ നേരെ കിടക്കുന്ന വഴി ചെന്ന് കയറുന്നത് ഒരു സ്റ്റേജിൻ്റെ അടുത്തോട്ടാണ്. അതായത് കൊച്ചു പരിപാടിയൊക്കെ നടക്കുമ്പം അവിടെ വെച്ചാണ് നടത്താറുള്ളത്. അപ്പോൾ അവിടെ ഒരു സ്റ്റേജുണ്ട്, അത് ഞാൻ കാണിക്കാം. ഇതുവഴി പോയാലും കാണാം. അതുവഴി പോയാൽ കുറച്ചുകൂടെ ചുറ്റാം. അതും ഇതും വന്ന് ചേരുന്നത് ഒരിടത്താണ്. അപ്പോൾ ഞാൻ ഇതുവഴി പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് ആ സ്റ്റേജ്. ആ കാണുന്നതാണ് സ്റ്റേജ്. ഞാൻ കുറച്ചുകൂടെ അടുത്തോട്ട് ചെന്നിട്ട് ഞാൻ കാണിക്കാം. ഇതാണ് സ്റ്റേജ്. ചെറിയ പരിപാടി വല്ലതും ഉണ്ടെങ്കിൽ ഇവിടെ വെച്ച് നടത്തും. ഈ ഫ്രണ്ട് ഇവിടെ ഇങ്ങനെ ആൾക്കാരിരിക്കും. നമുക്ക് അവിടുത്തെ പരിപാടിയൊക്കെ കാണാം. പിന്നെ അവിടെ ഒരു കൊടിമരമുണ്ട്. അതിൻ്റെ പുറകിലായിട്ട് മറ്റേ ആ കുളത്തിൻ്റെ തന്നെ ബാലൻസാണ് ഇങ്ങോട്ടുകൂടെ ഉണ്ട്. അവിടെ ഒരു ചെറിയ ബോട്ടൊക്കെ ഉണ്ട്. അതിനകത്ത് കയറാൻ പറ്റില്ലെന്ന് എനിക്കറിയത്തില്ല. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു ചെറിയ ഗാർഡൻ പോണക്കുണ്ട്. ഇതാണ് കുറച്ച് ചെടിയൊക്കെ അവിടെ വെച്ചേക്കുന്നുണ്ട്. ഇതൊക്കെ എപ്പോഴും നോക്കാൻ വേണ്ടി ആൾക്കാരുണ്ട്. ഇവരിതൊക്കെ നല്ല വൃത്തിയായിട്ടാണ് സൂക്ഷിച്ചേക്കുന്നത്. പിന്നെ ചിലതിനകത്തൊക്കെ അവർ പേരെഴുതി വെച്ചേക്കുന്നുണ്ട്. അതെന്ത് ചെടിയാണ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഡീറ്റെയിൽസൊക്കെ അവിടെ എഴുതി വെച്ചേക്കുന്നുണ്ട്. ആ കാണുന്ന വഴിയാണ് നേരെ നമ്മൾ ഫ്രണ്ട് ഗേറ്റിൽ നിന്ന് ഇറങ്ങി വരുമ്പം കയറി വരുമ്പോഴത്തേക്ക് നമുക്ക് എൻട്രൻസിലോട്ടുള്ളത്. അപ്പം ഞാൻ ഇവിടെ ചുറ്റി കാണിക്കാൻ വേണ്ടി ഞാൻ ഇപ്പോൾ തൽക്കാലം അതുവഴി പോകുന്നില്ല. ഇങ്ങനെ കറങ്ങി പോകാമെന്ന് വിചാരിച്ച്. അപ്പം അവിടെ 8ാമത്തെ നിലയിലാണ് എൻ്റെ അക്കൗണ്ട് ഉള്ളത്. ഞാൻ 8ാമത്തെ ഫ്ലോറിലാണ്. അപ്പം നമ്മളിപ്പം നേരെ കയറി ചെല്ലുന്നത് കഫറ്റീരിയയുടെ അടുത്തോട്ടാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്നത്. അതിൻ്റെ അകത്ത് കുറച്ച് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടുന്ന് വേണമെങ്കിൽ ഫുഡ് മേടിച്ച് കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് അല്ലാതെ കൊണ്ടുവന്നിട്ട് വേണമെങ്കിൽ വെളിയിരുന്ന് കഴിക്കാം, ഇല്ല അകത്തിരുന്ന് കഴിക്കാം. ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് വെളിയിൽ നല്ല വെയിലായിരിക്കും. അപ്പം പക്ഷേ ഇങ്ങനെ വ്യൂ ഒക്കെ കിട്ടും. അപ്പോൾ വ്യൂ ഒക്കെ വേണ്ടവർക്ക് വെളിയിരുന്ന് കഴിക്കാം, അല്ലാത്തവർക്ക് അകത്ത് AC ഉണ്ട്, അതിനകത്തിരുന്ന് കഴിക്കാം.
അപ്പോൾ ഇപ്പോഴും അവിടെ കുറച്ച് പേരൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ ഈ കുളത്തിനകത്ത് അരയന്നമൊക്കെ ഉണ്ട്. അരയന്നമെന്നാണോ അതിൻ്റെ കറക്റ്റ് പേരെന്നൊന്നും എനിക്കറിയത്തില്ല. അരയന്നമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് അവിടെ നിൽപ്പുണ്ട്. അതിന് കാവലായിട്ടൊരു സെക്യൂരിറ്റി ഉണ്ട്. അപ്പോൾ അതിനെ ഏത് നേരവും നോക്കാൻ വേണ്ടിയാണ് ആ സെക്യൂരിറ്റി അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവിടെ ഉള്ള അരയന്നങ്ങൾ. ഇതിൻ്റെ കറക്റ്റ് പേര് ഇത് തന്നെ ആണോ എന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ കണ്ടാൽ അതുകൊണ്ടൊക്കെ ഇരിക്കുന്നു. അപ്പം വീണ്ടും നമുക്ക് അങ്ങോട്ട് പോവാം. ആ മറ്റേ അടുത്തൂടെ വന്നാണെങ്കിൽ പെട്ടെന്ന് എൻട്രൻസിൻ്റെ അടുത്ത് എത്തിയാനെ, പക്ഷേ നിങ്ങളിതൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതുവഴി വന്നത്. പിന്നെ അവിടെയും ആ സൈഡിലൊക്കെ ആയിട്ട് കുറച്ച് ഇത് കണക്ക് ഗാർഡനൊക്കെ പോണത്, കുറേ മരങ്ങളും ചെടികളും ഇരിക്കാനുള്ള സ്ഥലങ്ങളും അതും ഇതും കാര്യങ്ങളും എല്ലാം നമ്മുടെ സൈഡിലുണ്ട്. ഞാൻ ഇപ്പം അങ്ങോട്ട് പോകുന്നില്ല, ഇപ്പം നേരെ ഫ്രണ്ട് എൻട്രൻസിൻ്റെ അടുത്തോട്ട് പോവാം. അപ്പോൾ ഇത് വളഞ്ഞ് ചെന്ന് കയറുന്നത് എൻട്രൻസിൻ്റെ അടുത്തോട്ടാണ്, ഫ്രണ്ട് മെയിൻ ബിൽഡിങ്ങിലോട്ടുള്ള മെയിൻ എൻട്രൻസ്. അപ്പോൾ ഇതാണ് മെയിൻ എൻട്രൻസ്. നമ്മൾ ഫ്രണ്ട് ഗേറ്റിൻ്റെ അടുത്തൂടെ ഫ്രണ്ടിലോട്ട് കിടക്കുന്ന വഴി കൂടെ വന്നായിരുന്നെങ്കിൽ ആ ചേട്ടൻ വരുന്ന വഴി നമുക്ക് അവിടെ വന്ന് കയറാം. ഇതാണ് എൻട്രൻസ്. ആ നടുക്കത്തെ ഡോറ് ക്ലയൻറ്റൊക്കെ വരുവാണെങ്കിൽ തുറന്നു കൊടുക്കത്തുള്ളൂ. ക്ലയൻറ്റൊക്കെ വരുവാണെങ്കിൽ ഇവിടെ ആനയും ചെണ്ടമേളവും അതും ഇതൊക്കെ കാണും. അതിൻ്റെ വീഡിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ എന്തായാലും അകത്തോട്ട് കയറുന്നില്ല, കാരണം ഇനിയും വെളിയിൽ ഒത്തിരി കാര്യങ്ങൾ കാണിക്കാനുണ്ട്. ഇപ്പം നമ്മളിപ്പം കണ്ടത് ഫ്രണ്ട് ഗേറ്റിൻ്റെ അടുത്തുനിന്ന് നമ്മുടെ കമ്പനിയുടെ ബിൽഡിങ്ങിലോട്ട് വരുമ്പോഴുള്ള വ്യൂസ്. ഇനി ബാക്ക് ഗേറ്റിൻ്റെ അടുത്തുനിന്ന് കമ്പനിയുടെ അടുത്തോട്ട് വരുമ്പോഴുള്ള വ്യൂസ് നമുക്ക് നോക്കാം. ആ നേരെ അതിന് ഓപ്പോസിറ്റ് കാണുന്നത് ഇൻഫോസിസ് ആണ്. അതായത് UST നിൽക്കുന്നത് ടെക്നോ പാർക്ക് ഫേസ് 2-നകത്താണ്. അപ്പം അതിനകത്ത് 2 കമ്പനിയാണ്, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു തോന്നുന്നു. ഒന്ന് UST, മറ്റേത് ഇൻഫോസിസ്. അപ്പോൾ നമ്മൾ നേരെ ചെല്ലുമ്പോഴത്തേക്ക് കാണുന്നത് ഒരു ഗ്രൗണ്ടാണ്. അത് പാർക്കിങ്ങിനൊക്കെ വേണ്ടിയുള്ളൊരു ഗ്രൗണ്ട്. അവിടെ വേണമെങ്കിൽ നമുക്ക് പാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ അതിനപ്പുറത്തായിട്ട് MLCP ഉണ്ട്, അവിടെയും വേണമെങ്കിൽ നമുക്ക് പാർക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കാണിക്കാൻ വേണ്ടി ബഗ്ഗി പോകണ്ടെന്ന് വിചാരിച്ച്. ബാക്ക് ഗേറ്റിൻ്റെ അടുത്തോട്ട് നമുക്ക് ബഗ്ഗി ഉണ്ട്. അപ്പോൾ അവിടുന്ന് നമ്മളെ പിക്ക് ചെയ്ത് ബാക്ക് ഗേറ്റിൻ്റെ അടുത്ത വാക്കും തിരിച്ച് റിട്ടേണും ഉണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ചെറിയ ഗ്രൗണ്ട്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് പാർക്ക് ചെയ്യാം. ഇവിടെ ചില ഡേയ്സിലൊക്കെ ഞാൻ ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തേക്കുന്ന കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വണ്ടിയൊന്നുമില്ല. പിന്നെ അതിനോട് ചേർന്ന് തന്നെ ഇപ്പുറത്തൊരു ചെറിയ കുളവും ചെറിയ ഗാർഡനും ചെറിയ ചെറിയ ചെടികളൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. ഇതെല്ലാം നോക്കാൻ ആൾക്കാരുണ്ട്. ഇതെപ്പോഴും ഇതിന് വെള്ളം ഒഴിക്കാനും ഇത് വെട്ടി കറക്റ്റാക്കാനും എല്ലാം ഇതിന് ഓരോരോ ആൾക്കാരുണ്ട്. അവർ കറക്റ്റ് ടൈമിന് വന്ന് ഇതെല്ലാം നോക്കും. അത് കഴിഞ്ഞ് കുറച്ചുകൂടി ഇങ്ങോട്ട് വരുമ്പോഴാണ് ഇതാണ് പ്ലേ ഗ്രൗണ്ട്. ഇവിടെ ക്രിക്കറ്റ് ഫുട്ബോൾ കളിക്കാൻ അപ്പുറത്ത് സ്ഥലമുണ്ട്. പിന്നെ ഇവിടെ ബാസ്ക്കറ്റ് ബോൾ കോർട്ടും ബാക്കി കാര്യങ്ങളും ഇതെല്ലാം ഉണ്ട്. അതിൻ്റെ അപ്പുറത്ത് കാണുന്ന ആ ബിൽഡിങ്ങാണ് MLCP. ഇതാണ് MLCP എന്ന് വെച്ചാൽ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ്. അത് ഓരോ ലെവലിലായിട്ട് നമുക്ക് ബൈക്ക്, കാർ അതൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ഇത്. അപ്പോൾ ഇവിടെ കാറും ബൈക്കും എല്ലാം പാർക്ക് ചെയ്തവരെ ഈ ബസ്സിനകത്ത് കയറ്റിയിട്ട് നമ്മൾ ആദ്യമേ എൻട്രൻസ് എന്ന് പറയില്ലേ ബിൽഡിങ്ങിൻ്റെ, അവിടെ കൊണ്ടുവന്ന് ഇറക്കും. അതായത് ഇവിടുന്ന് ബസ്സിനകത്ത് കയറ്റിയിട്ട് നമ്മൾ നടന്നു വന്ന ആ ബിൽഡിംഗ് ഉണ്ടല്ലോ, മെയിൻ ബിൽഡിംഗ്, അവിടെ കൊണ്ടുവന്ന് ഇറക്കും. അവിടെ മണ്ടയ്ക്ക് ഹെലിപ്പാഡൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് ഇറക്കും.
ഏകദേശം ഏതാണ്ട് 200 മീറ്റർ കാണും ഇവിടുന്ന്. അപ്പോൾ നമുക്ക് പാർക്കിങ്ങിൻ്റെ അകത്തോട്ട് കയറാം. അപ്പോൾ ഇതാണ് പാർക്കിങ്. ഇതുകൊണ്ടൊക്കെ എല്ലാ നിലയിലും ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ കാറായാലും ബൈക്കായാലും ഇതെല്ലാം കൊണ്ടുവന്ന് ഇവിടെ പാർക്ക് ചെയ്യാം. ഇതെല്ലാം ഇവിടെ വർക്ക് ചെയ്യുന്നവരുടെ ഓരോരോ കാറുകളാണ്. കാറും ബൈക്കും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. എന്തായാലും എനിക്ക് ബസ്സിനകത്ത് കയറാൻ പറ്റി. സൈഡ് സീറ്റ് തന്നെ കിട്ടി. അപ്പം ബാക്കി വ്യൂ നമുക്ക് ബസ്സിൽ ഇരുന്നുകൊണ്ട് കാണാം. ഇപ്പോൾ ബസ് എടുത്ത് എനിക്കൊന്ന് ബസ്സിൽ ഇരുന്നിട്ട് കുറച്ചുകൂടെ നന്നായിട്ട് വ്യൂ കിട്ടുമെന്ന് തോന്നുന്നു. മറ്റേത് നല്ല വെയിലായതുകൊണ്ട് എടുക്കാൻ ഭയങ്കര പാടായിരുന്നു. ഇതാണ് പ്ലേ ഗ്രൗണ്ട്, ബാസ്കറ്റ് ബോൾ കോർട്ട്, ബാഡ്മിൻ്റൺ, അപ്പുറത്ത് ക്രിക്കറ്റ്, ഫുട്ബോൾ എല്ലാം ഉണ്ട്. അത് കണ്ടോ അവിടെ വെള്ളം നനയ്ക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ല ഇതൊക്കെ നോക്കാൻ എപ്പോഴും ആൾക്കാരുണ്ടെന്ന്. ഇത് വെട്ടി വൃത്തിയാക്കിയും ഇവിടെ എന്തെങ്കിലും വേസ്റ്റ് കിടന്നാൽ അത് അന്നേരം തന്നെ പറക്കി കൊണ്ടുപോകാനും എല്ലാ ആൾക്കാരുണ്ട്. പിന്നെ ഇതെല്ലാം നമ്മൾ അങ്ങോട്ട് പോയപ്പം കണ്ടതാണ് കുളം. മറ്റേ പാർക്കിങ് ഇവിടെ വെച്ചാണ്. ഫൗണ്ടേഷൻ ഡേക്കൊക്കെ സ്റ്റേജും കാര്യങ്ങളും പരിപാടിയൊക്കെ നടക്കുന്നത് ഇവിടെയാണ്. അത് വലിയ പരിപാടിയൊക്കെ ഇവിടെയും, ചെറിയ എന്തെങ്കിലും പരിപാടിയൊക്കെ ആണെങ്കിൽ നമ്മൾ ആദ്യമേ വേണ്ട ആ സ്റ്റേജ് വെച്ച് നടത്തും. ഇവിടെ വലിയ പരിപാടിയൊക്കെ ഇവിടെ സ്റ്റേജ് ഇട്ട് ഇവിടെ നടത്തും. ഈ മതിലിനപ്പുറത്ത് ഇൻഫോസിസ് ആണ്. ഇപ്പം ഞാൻ കാണിച്ചു തരാം. വേണ്ട ആ മതിലിനപ്പുറത്ത് ഇൻഫോസിസ് ആണ്. ആ കാണുന്നതൊക്കെ ഇൻഫോസിസിൻ്റെയാണ്. അതുകൊണ്ട് ആ ചെറിയ കൂടാരത്തിനകത്തിരിക്കുന്ന സെക്യൂരിറ്റിയൊക്കെ നമ്മുടെ അല്ല, അതൊക്കെ ഇൻഫോസിസിൻ്റെ. ഇതാണ് ഫ്രണ്ട് ഗേറ്റിൽ നിന്ന് വരുമ്പം നമുക്ക് നേരെ ഇങ്ങോട്ട് വന്ന് ഇതാണ് നമ്മുടെ എൻട്രൻസ്. ഇവിടെ എത്തും. ഞാൻ പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് അപ്പുറത്തൂടെ ചുറ്റിക്കറങ്ങി വന്നതും മറ്റേ അരേനത്തിൻ്റെ അടുത്തൂടെയൊക്കെ വന്നത്. ഇപ്പോൾ ഓരോരുത്തരൂടെ ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ ഞാനും ഇവിടെ ഇറങ്ങാം. ഇപ്പോൾ ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ കമ്പനിയിലോട്ട് കയറുകയാണ്. ഇപ്പം തന്നെ ഒത്തിരി താമസിച്ച്. അപ്പം ഞാൻ ഈ അകത്തുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയ്ക്കകത്ത്. അപ്പോൾ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് എല്ലാവരും കമൻറ്റ് ബോക്സിനകത്ത് മെൻഷൻ ചെയ്യുക. ഇതെൻ്റെ ആദ്യത്തെ വ്ളോഗാണ്. ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വോയിസ് അത്ര ക്ലിയർ ആണോ എന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാൻ ഫോണിൻ്റെ വോയിസ് തന്നെയാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഇതാണ് 8th ഫ്ലോറിൽ നിന്നുള്ള വ്യൂ, ഫ്രണ്ട് ഗേറ്റിൻ്റെ. നമ്മൾ കയറി വന്ന ഗേറ്റ്. അപ്പോൾ അവിടെ നിന്നുള്ള 8th ഫ്ലോറിൽ നിന്നുള്ള വ്യൂ ആണിത്. പിന്നെ ആ കുളം, അതിൻ്റെ നടുക്കത്തെ ഞാൻ പറയാൻ ലൗച്ചിനോ എന്ന് പറയാം, അതും തെങ്ങും കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ എപ്പോഴും ബഗ്ഗി എന്ന് പറയത്തില്ല, ഇതാണ് ബഗ്ഗി. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രിപ്പ് അടിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഇവിടെ ക്ലൈൻറ്റൊക്കെ വരുമ്പം അവരെ ചെണ്ടമേളമൊക്കെ കുത്തി ആനയൊക്കെ വെച്ച് സ്വീകരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിട്ടാണ് ഞാൻ ആഡ് ചെയ്തത്. അപ്പോൾ ഗൈസ്, വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിനകത്ത് രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പം ഞാൻ ബിൽഡിങ്ങിനകത്തുള്ളത് ഞാൻ പുതിയൊരു വീഡിയോയ്ക്കകത്ത് ഞാൻ ആഡ് ചെയ്യാം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.